എണ്ണി എണ്ണി ചക്കക്കുരു ചെമ്പിലിട്ട് വരട്ടെ, ചെമ്മനറിയാതെ ചെക്കൻ ചിക്കി അടിച്ചേ. ഞാൻ പാട്ട് പാടി കോളാക്കുന്നില്ല കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ നിശേഷം തീർന്നിരിക്കുന്ന ഒരു ദിവസം നമുക്ക് കുറച്ച് ചെമ്മീനും ഓൾറെഡി ചക്കക്കുരുവും വീട്ടിലുണ്ടെങ്കിൽ ചെമ്മീനും ചക്കക്കുരുവും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നെങ്കിൽ മിക്സിയുടെ ഗ്രൈൻഡർ അല്ലെങ്കിൽ ചതയ്ക്കുന്ന നമ്മുടെ ഈ ഒരു സംഭവം. അപ്പം ഞാനിതാണ് എടുക്കുന്നത്. ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് നമ്മൾ ആദ്യം ഒന്ന് ചതച്ച് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും പുറകെ ഇടുന്നുണ്ട്, പക്ഷെ നമ്മൾ കുറച്ചായിട്ട് ഇട്ട് ചതയ്ക്കുന്നതാണ് എളുപ്പം. കാരണം എല്ലാം കൂടി ഇട്ടാൽ എപ്പോഴും പുറത്തേക്ക് ചാടും. അപ്പം നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മളൊരു കുക്കർ എടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് ഒരു 1-2 മിനിറ്റിൽ നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ആ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ള കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റിലൊക്കെ നന്നായിട്ട് മൂത്ത് വരും. നമ്മൾ ചക്കക്കുരു നന്നായി ക്ലീൻ ചെയ്ത് നമ്മൾ നടുവേ കീറി എടുത്തിട്ടുണ്ട്. ശരിക്കും ചക്കക്കുരുവിൻ്റെ തോട് കളയരുത് കേട്ടോ. നല്ല മെഡിസിനൽ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണത്. ഇനി നമുക്ക് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചക്കക്കുരു പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ 1/4 ഭാഗത്തോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നോർമൽ മുളക് പൊടിയാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ടീസ്പൂണിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരും. ഒരു 5 മിനിറ്റ് നന്നായി സോട്ട് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്തായിരുന്നല്ലോ, നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു എന്ന്. പുളി ഉണ്ടായിരുന്നില്ല വീട്ടിൽ, ഒരു പുളിയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പച്ചമാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ആ ഹോപ്പിലാണ് ഞാൻ ഈ കറി വെക്കാൻ തുടങ്ങിയത്. കാരണം പച്ചമാങ്ങയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. കറിക്ക് അരിയുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് അത് ചീത്തയായിപ്പോയി. അപ്പോൾ കുറച്ച് വിഷമത്തിലും കുറച്ച് ദേഷ്യത്തിലും ഒക്കെ ഞാനൊരു 3 തക്കാളി എടുത്ത് കഴുകിയിട്ട് അരിയാണ്. വേറെ വഴിയില്ല, കാരണം നമ്മൾ കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തു, രാത്രിയായി. പിന്നെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തക്കാളി അരിയാണ്. തക്കാളി ഇട്ടുമെന്ന് വെച്ച് ടേസ്റ്റ് ഇല്ലാണ്ടിരുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കറി നല്ല ടേസ്റ്റി തന്നെയായിരുന്നു. പക്ഷെ പച്ചമാങ്ങ ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും ഫീലും ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഇനി അതില്ലെങ്കിലും നമ്മൾ സാധാരണയുള്ള വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചാലും മതി. ഇപ്പോൾ കുടംപുളി ഇടണ്ട, അതിനും നല്ലത് വാളംപുളിയാണ്. പക്ഷെ പച്ചമാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ 2 വലിയ പച്ചമുളകും ഒന്ന് നടുവേ കീറി പിന്നെ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇടുന്നുണ്ട്. ഈ സമയം ഇപ്പം നമ്മുടെ ചക്കക്കുരുവിൻ്റെ ആ മിക്സ് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ഇതും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എല്ലാ പൊടികളും എല്ലാം കൂടി ഒന്ന് സംയോജിക്കാൻ വേണ്ടി. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 3 വിസിലിന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം 1.5 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് 250 ml ആണ്. ഇനി നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതൊന്നുമില്ല, കുറച്ച് ചെറിയ ഉള്ളിയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ചതയ്ക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയും കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് പേസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ചതച്ചത് നമ്മുടെ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞ് ചെമ്മീനാണ്, അതാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. കൈ വെച്ച് തിരുമ്മുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വേറെ ഒന്ന് വെച്ച് ചെയ്താലും കിട്ടില്ല. മഞ്ഞൾപ്പൊടിയും തീർന്നിരിക്കുകയായിരുന്നു. ശരിക്കും നമ്മളൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ കുറച്ചേ ഇട്ടുള്ളൂ, ഉള്ളത് മൊത്തം അങ്ങ് തട്ടിയിട്ടു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 തൊട്ട് 1/4 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, അതിന് പകരം നമ്മൾ ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ വിനീഗറാണ് കേട്ടോ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇടാം. അപ്പോൾ അതിൻ്റെ ഒരു മയവും കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ കറക്റ്റ് ആവും. ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചതച്ചിട്ടാൽ മതി. ഈ എന്താ പറയുക, ബ്രാൻഡഡ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുന്ന പേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം എൻ്റെ കയ്യിൽ തീർന്നിരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ആർട്ടിഫിഷ്യൽ സംഭവം ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ എനിക്ക് എരിവ് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ എരിവ് ഇടുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ മൊത്തത്തിൽ ഇട്ടിട്ടുള്ളത്.
അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്താൽ മതി. ഇത് വേണമെങ്കിൽ ആദ്യമേ ചെയ്ത് വെക്കാം. എത്രത്തോളം സമയം മാരിനേറ്റ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. ഇനി നമ്മുടെ വിസിലൊന്ന് താന്ന് വരട്ടെ. ആ സമയം കൂടെ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണയിലാണ് ചെമ്മീൻ വറുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ പറ്റില്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അരപ്പരയ്ക്കാൻ വേണ്ടി ഗ്രൈൻഡർ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നും. ഇല്ല, ഇപ്പോൾ ഈ ഒരു കറിക്ക് നമുക്ക് അത്രയും ആവശ്യമുണ്ട്. ഇനി നമ്മളൊരു 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി ഇതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചായിരുന്നു, കാരണം അരപ്പിൽ വെളുത്തുള്ളി ഇല്ലാണ്ട് പറ്റില്ല. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഇതേപോലെ അരച്ച് എടുക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ ചെമ്മീനല്ലേ, അപ്പോൾ അതങ്ങോട്ട് പൊടിഞ്ഞു പോകും. കുറച്ചായിട്ടിട്ട് പതുക്കെ ഇതാക്കിയാൽ മതി. മിക്സിയുടെ ഗ്രൈൻഡർ ജാർ കഴുകി ആ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത്രയും കൂടെ മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടെ മഞ്ഞ കളറിലിരുന്നേനെ കേട്ടോ നമ്മുടെ കറി. പിന്നെ ക്യാമറയിൽ ഒരിത് തോന്നുന്നുണ്ട്. നമ്മൾ ആ കുക്കറിലുള്ള മിക്സും കൂടി ഇട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുത്തു. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ താളിക്കുകയാണ്. അതിന് നമ്മൾ തടുക്കാ പാൻ വെച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊടിച്ച് കറിവേപ്പിലയും പിന്നെ അത് സാഹസികമായി വറ്റൽ മുളകും ഒക്കെ എടുത്ത് ഇടുകയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും വട്ടത്തിൽ അരിഞ്ഞ് ഇതിലിടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. താളിക്കുമ്പോൾ ചെറിയ ഉള്ളി ഇട്ടാൽ അത് ഇതിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ചോറിന് ഈ ഒരു കറി തന്നെ ധാരാളം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.